ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുമശിഹായുടെ സാന്ത്വന കൂടാരത്തിലേക്ക് സ്നേഹാദരവോടുകൂടി വന്ദനം. യേശു തമ്പുരാന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും വളരെ നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും അകപ്പെട്ട് കിടക്കുന്ന ചുഴലുകൾ, ബുദ്ധിമുട്ടുകൾ, ആഴങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, സംഘർഷങ്ങൾ എല്ലാത്തിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിന് 48 വരുമ്പോൾ യേശു അക്കരയ്ക്ക് പോകാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ചയക്കുകയും അവൻ പ്രാർത്ഥിപ്പാൻ തന്നെ മലയിലേക്ക് കടന്നു പോയെന്നും പറയുന്നൊരു ഭാഗമുണ്ട്. ഒന്ന് ഇത്തിരി സ്വസ്ഥതയിലും സാവകാശത്തിലും ഒന്ന് വായിച്ചാൽ ശിഷ്യരെ ഒരു വലിയ അപകടത്തിലേക്ക് യേശു തള്ളിവിട്ടു എന്ന് വേണം നമുക്ക് ഒറ്റനോട്ടത്തിൽ തോന്നാം. കാരണം അക്കരയ്ക്കുള്ള യാത്ര ഒട്ടും ഒരു ശുഭകരമായിരുന്നില്ല, സ്വസ്ഥത നിറഞ്ഞതായിരുന്നില്ല. കാലാവസ്ഥ അവർക്ക് പ്രതികൂലമാകുന്നു. കാറ്റും വലിയ പേമാരിയും വരുന്നു. വഞ്ചി മുങ്ങി തങ്ങൾ ഓരോരുത്തരും മരിച്ചു പോകുമെന്നൊരു നില വരെ എത്തുമ്പോൾ മലമുകളിലപ്പോഴും യേശു തനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. 6-ാം അധ്യായത്തിൻ്റെ ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 48 വരുമ്പോൾ അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് യേശു മനസ്സിലാക്കി എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. അതിനെ ഒന്നെടുത്ത് ധ്യാനിച്ചാൽ ഇത്രയും നമുക്ക് പിടികിട്ടും. അവൻ്റെ ശിഷ്യന്മാർ അകപ്പെട്ട അവസ്ഥയെക്കുറിച്ച് ദൂരസ്ഥലത്ത് പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഇരിക്കുന്ന യേശുവിന് അറിയാനായിട്ട് സാധിച്ചു. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി. ഇനി ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് തങ്ങളുടെ ജീവിത തോണിയെ മുമ്പോട്ടെത്തിക്കാനായിട്ട് കഴിയാത്ത വിധത്തിൽ അവർ അങ്ങേയറ്റം ക്ഷീണിതരും നിരാശരുമായി ഭീതി നിറഞ്ഞവരുമായെന്ന് യേശു മനസ്സിലാക്കി. യേശുവിൻ്റെ വെള്ളത്തിനു മീതെയുള്ള നടപ്പും കാറ്റിനെയും പേമാരിയും ഒക്കെ ശാസിച്ച് നിയന്ത്രിക്കുന്നതിനെയുമൊക്കെ നമ്മൾ അത്ഭുതമെന്ന് വിളിക്കുന്നുണ്ട്. പൊതുവെ നമ്മുടെ കാഴ്ചയിൽ ഇതൊക്കെയാണ് വലിയ അത്ഭുതങ്ങൾ. യേശു വെള്ളത്തിനു മീതെ നടന്നു. അവൻ കാറ്റിനെയും കൊടുങ്കാറ്റിനെയും പേമാരിയെയും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുമൊക്കെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടുമൊക്കെ അവൻ നിയന്ത്രിച്ചു, അനുകൂലമാക്കി. പക്ഷെ അതിലും വലിയ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ ഈ അപകടത്തിൽ ശിഷ്യർ മാത്രമാണ് അകപ്പെട്ടത്. യേശു കരയിൽ മലമുകളിൽ തനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. മർക്കോസ് സുവിശേഷത്തിനകത്ത് ഒത്തിരി യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശമുണ്ട്. നാലുപറയിലച്ഛൻ്റെ നസ്രായൻ്റെ കൂടെ എന്ന് പറയുന്ന നല്ലൊരു പുസ്തകമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിനകത്തെ യേശുവിൻ്റെ യാത്ര, പ്രത്യേകിച്ച് പ്രാർത്ഥനാത്മകമായ യാത്രയുമായി ബന്ധപ്പെട്ട മലയാളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമാണത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. യേശു ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെയും അവസ്ഥ നേരാമണ്ണം മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ അകപ്പെട്ട് കഴിയുന്ന ചതിവുകളെക്കുറിച്ച്, അകപ്പെട്ട് നിൽക്കുന്ന സംഘർഷങ്ങളുടെ നിമിത്തങ്ങളെക്കുറിച്ചൊക്കെ നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ യേശു എല്ലാ അർത്ഥത്തിലും എല്ലാം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ നമ്മൾ എന്തുമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്? അപ്പോൾ നമ്മളെ നല്ലവണ്ണം മനസ്സിലാക്കുന്ന യേശുവിനെ നമുക്ക് എന്തുമാത്രം മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്? അങ്ങനെ യേശുവിനെ നമുക്ക് വ്യത്യസ്തമായ വിധത്തിൽ കോണിൽ നിന്നൊന്ന് കാണാനും മനസ്സിലാക്കാനുമായിട്ട് ശ്രമിക്കുമ്പോൾ നന്മ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടി യേശു എത്ര വ്യത്യസ്തമായ വിധത്തിലാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നറിയോ? നന്മ എങ്ങനെ ചെയ്യണം? നമ്മളൊക്കെ നന്മയില്ലാത്ത മനുഷ്യരൊന്നുമല്ല, നന്നായിട്ട് നന്മയുള്ള മനുഷ്യരാണ്. അതിൻ്റെതായ മേന്മയുള്ള മനുഷ്യരാണ്. ഒത്തിരി ക്വാളിറ്റികളുള്ള ആളുകൾ ഓരോരുത്തരും. എന്നാൽ ഈ അവസാനം ഇതൊക്കെ കൊണ്ട് തകർത്ത് കളയുന്നത് എവിടെയാണ്? യേശുവിൽ നിന്ന് കുറച്ചും കൂടി അഗാധമായിട്ട് യേശുവിനെ നിന്ന് മനസ്സിലാക്കാനായിട്ട്, അവനിൽ നിന്ന് ഒരുപാട് ദൂരത്തായിരിക്കുന്ന നമ്മളോരോരുത്തരെക്കുറിച്ച് അവന് നല്ല വ്യക്തമായ വിചാരമുണ്ട് എങ്കിൽ തിരിച്ച് നമുക്ക് സാധിക്കും യേശുവിനെ കുറേ കൂടി സുവിശേഷത്തിലൂടെ വായിച്ചും ധ്യാനിച്ചും ഒന്ന് മനസ്സിലാക്കാനായിട്ട്. 38 വർഷക്കാലം ഒരു കുളത്തിൻ്റെ കരയിൽ തടവിലായി കിടയുന്ന ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന സംഭവം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു പ്രഭാഷണത്തിനകത്ത് പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 38 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവന് സൗഖ്യം കിട്ടുന്നു. സൗഖ്യം കിട്ടിയതിന് ശേഷം സൗഖ്യം തന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ പാകത്തിന് യേശു അവിടെ നിന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു താങ്ക്സ് കിട്ടാനോ കൈപ്പറ്റാനോ യേശു അവിടെ നിന്നില്ല. പലപ്പോഴും നന്മ ചെയ്യുന്ന നല്ല സേവന താല്പര്യമുള്ള ആളുകൾക്കൊക്കെ സംഭവിക്കുന്ന വലിയൊരു നിരാശ, ഒടുവിൽ നമ്മളെ ഒന്ന് പരിഗണിച്ചില്ലല്ലോ എന്നുള്ളതാണ്. ആ നിരാശ
ഒട്ടും ശരിയല്ലെന്നല്ല ഞാൻ പറയുക. നിരാശയ്ക്ക് കാരണമുണ്ട്, ന്യായമായൊരു നിരാശ. കാരണം അങ്ങേയറ്റം ആത്മാർത്ഥതയിൽ പ്രാർത്ഥനയിൽ നമ്മളൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ല വാക്ക്. തീർച്ചയായിട്ടും അത് വേണ്ടെന്നോ അത് നല്ല ശീലമോ പ്രവണതയല്ലെന്നോ ഒന്നുമല്ല പറയാം. യേശു അതിനും ഒരു മുഴം മുമ്പേ എറിഞ്ഞു കഴിഞ്ഞു നമുക്ക് വേണ്ടി. ഇതിനു വേണ്ടി നിൽക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞാൽ അഥവാ അവരുടെയൊക്കെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അത് തരാതെ വന്നാൽ നമുക്കുണ്ടാകുന്നൊരു തകർച്ച നിസ്സാരമല്ലെന്നാണ് പറഞ്ഞ യേശു. അത് തൻ്റെ ജീവിതം കൊണ്ട് യേശു ബോധ്യപ്പെടുത്തുന്നുണ്ട്. ജീവിതം കൊണ്ട് ആളുകൂടി ക്രൂശിക്കാനായിട്ട് നിലവിളിച്ച മനുഷ്യരെ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നോ പട്ടണങ്ങളിൽ നിന്നോ കടമെടുത്ത് വിളിച്ചു വരുത്തിയവരല്ല. അവരുടെ ഒക്കെ മുഖത്തേക്ക് യേശു ഒന്ന് ഉറ്റു നോക്കിയിട്ടുണ്ട്. എല്ലാവരും പുള്ളിക്ക് പരിചയമുള്ളവരാ. ഏതെങ്കിലും ഒക്കെ കാലത്ത് അപ്പം കൊടുത്തവരോ ഐശ്വര്യം കൊടുത്തവരോ സൗഖ്യം കൊടുത്തവരോ ആളുകളാണ് വന്നുകൂടി മുഴുവൻ, ഉറപ്പാണ്. അല്ലാതെ ആരുമില്ല. അല്ലാതെയുള്ള ആളുകൾ ആ ഗസമനത്തോട്ടത്തിൽ പിടിക്കാൻ വരുന്ന സന്ദർഭത്തിൽ ഒപ്പമുണ്ടാകുന്ന പട്ടാളക്കാർക്ക് ഒരു പക്ഷേ യേശുവിനെ നേരാമെന്ന് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ചുംബനം കൊണ്ടൊക്കെ ഒരടയാളം കൊടുത്ത് ആ 11 പേർക്കകത്ത് യേശു ആരാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടി വന്നത് ഇവർക്ക് മാത്രം. ബാക്കി എല്ലാവർക്കും യേശുവിനെ നല്ല ധാരണയുണ്ട്. പറഞ്ഞു വരിക, ഒരു നന്ദി കിട്ടാവുന്ന സ്ഥലത്തുനിന്ന് പോലും ഇത്തിരി ബുദ്ധിപൂർവ്വം അതിന് മുമ്പേ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായ ഒരു അനുഭൂതി. അത് ഇവിടെ നമുക്ക് വ്യക്തമാകുന്ന കുറേയധികം യേശുവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്ന്, 38 വർഷക്കാലത്തെ കുളത്തിൻ്റെ കരയിൽ സൗഖ്യം പ്രതീക്ഷിച്ച് കിടന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം യേശു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്, ദേവാലയത്തിലേക്ക് പോയി. ഒരു പെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് ഈ സൗഖ്യ സംഭവം അരങ്ങേറുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യം ഭൂമിയിലും ഒരു ഭൂരിപക്ഷം മനുഷ്യരും ഈ ഒരു നന്ദി കിട്ടാൻ വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുക. എന്നാലും അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് മാത്രമേ ഓർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്രയെങ്കിലും ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. യേശു പറയുകയാണ്, ഇതിനു വേണ്ടി പോലും നിങ്ങൾ നിൽക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുമോ, അതിനുവേണ്ടി പോലും നിങ്ങൾ നിൽക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുമോ എന്നാണ് യേശു ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത് നമുക്കൊരു സന്ദർഭം കൂടെ ഓർത്താൽ കുറേ കൂടെ വ്യക്തമാകും ആശയം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ആ അധ്യായം മുഴുവൻ ഒരു സൗഖ്യ സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, ജന്മന കാഴ്ചയില്ലാതെ പോയ ഒരു മനുഷ്യനെ യേശു സൗഖ്യപ്പെടുത്തുകയാണ്. അവന് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അവനെ ചോദ്യം ചെയ്യാനായിട്ട് നിനക്ക് എങ്ങനെ സൗഖ്യം കിട്ടിയെന്ന് വിവരിക്കൂ എന്ന് പറഞ്ഞ് പരീശന്മാരും സാധുക്യരും പുരോഹിതരും അവനെ വട്ടമിട്ട് പിടിക്കുന്നു. അവനാവുന്നത്രയും പറഞ്ഞു നോക്കുന്ന കാര്യങ്ങളൊക്കെ കളിമണ്ണ് കുഴച്ച് കണ്ണി തേച്ചു ശീലോഹം കുളത്തിപ്പോൾ കഴുകാൻ പറഞ്ഞു. ഞാനിതൊക്കെ അനുസരിച്ച് സൗഖ്യം കിട്ടി. വിശ്വാസം പോരാഞ്ഞിട്ട് അവൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ മകനാണോ? അതെ. ജന്മന കുരുടനായിരുന്നു. അതെ. ഇപ്പോൾ ഇവന് കാഴ്ചയുണ്ടോ? ഒക്കെ ശരിയാണ്. ഇവന് കാഴ്ച കൊടുത്തതാരാ? സ്ഥാനം കാഴ്ച കൊടുത്തത് ആരാന്നുള്ള ചോദ്യം വരുമ്പോഴത്തേന് ഈ കാഴ്ച കിട്ടിയ ആൾക്ക് പറയാനുള്ളത്, എനിക്ക് ആളിനെ അറിഞ്ഞുകൂടാ എന്ന് വെച്ചാൽ ഞാനാണ് കാഴ്ച തന്നതെന്ന് അവിടെ നിന്ന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് ഉറപ്പിക്കാനായിട്ട് യേശു നിന്നില്ല. അപ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യം കൃത്യമായിട്ട് യേശു തൻ്റെ ജീവിതത്തിൽ ചെയ്തു. വലത് കരം ചെയ്യുന്നത് ഇടത് കരം പോലും അറിയാതിരിക്കുക. അത് യേശു ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. വലത് കരം ഇടത് കരം എന്നൊക്കെ പറഞ്ഞു എന്നുവെച്ചാൽ നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അത് ദൈവം നമുക്ക് തന്ന ഒരു ഭാഗ്യമായിട്ട് കാണണമെന്നാണ് യേശു ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ഈ ഭാഗ്യം ആർക്കു വേണേലും യേശുവിന് കൊടുക്കാമായിരുന്നു. എന്നിട്ടും ഇതെന്നെപ്പോലെ ഒരു ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാൾക്ക് തന്നതിനെ ഓർത്ത് ഒരു സങ്കടപ്പെട്ട് കാര്യം നിർവഹിച്ച് വഴിമാറുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താ ഗുണമെന്നറിയാവോ? നമ്മളെ അവഗണിച്ച് കളയുന്ന പല ആളുകൾക്ക് മുമ്പിൽ നമുക്ക് കുറച്ചും കൂടി ബലത്തോടെ വീര്യത്തോടെയൊക്കെ ജീവിക്കാനും കൂടെ പറ്റും. അവഗണന എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ് പലർക്കും ഇന്ന്. കാരണം ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുന്ന ആയുധങ്ങളെ ഗവേഷണം ചെയ്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ മുടക്കുമുതലൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രുമെൻറ്റോ ടൂളോ ഒന്നും അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ് അവഗണന. വെറുതെ അവഗണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എത്ര കാലം ഒരാൾ ഈ അവഗണന സഹിക്കും? എല്ലാ മനുഷ്യനും ഉണ്ടൊരു അഹംബോധമുണ്ട്. തെറ്റായിട്ടല്ല, പോസിറ്റീവായിട്ട് പറയും. എല്ലാവർക്കും ഉണ്ട് ഞാനെന്നൊരു ബോധം. ആ ബോധത്തിന് മീതെ ഇങ്ങനത്തെ പരിക്കുകൾ നിരന്തരം ഒരാളെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പ്രതിരോധിക്കാൻ തുടങ്ങും. അപ്പോൾ അതിന്ന് ശരിക്കും മനഃശാസ്ത്രപരമായിട്ട് പഠനത്തിലൂടെയൊക്കെ എന്തുമാത്രം ബുദ്ധിപൂർവ്വം ഓരോരുത്തർ ഉപയോഗിക്കുന്നതെന്നറിയോ? അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഒരു പരിഗണന കിട്ടണം, അംഗീകാരം കിട്ടണം, അറിവ് കിട്ടണം എന്നുള്ള വിചാരത്തെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഇല്ലാതാക്കാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ അത്ഭുത അവസരത്തിലും യേശു വളരെ ബുദ്ധിപൂർവ്വം അവിടുന്ന് മാറുകയാണ്. ഒരു സന്ദർഭം യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും നമുക്ക് വായിക്കാം. അപ്പം വർദ്ധിപ്പിച്ച
സംഭവം 6-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പമൊക്കെ വർദ്ധിപ്പിച്ച് കിട്ടിയ ആഹ്ലാദത്തിലാവാം, നാളെ അപ്പം വർദ്ധിപ്പിച്ച് കിട്ടാനുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാവാം, നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ സോപ്പിടിലാവാം, ഇവനെ രാജാവാക്കാനായിട്ട് അവരെല്ലാം കൂടെ തീരുമാനിച്ചു. അങ്ങനെ ഇവനെ രാജാവാക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ അവൻ ആൾക്കൂട്ടത്തിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോയെന്ന് തന്നെ യോഹന്നാൻ എഴുതുന്നുണ്ട്. അപ്പോൾ നേതാവാക്കാനായിട്ട് ശ്രമിക്കുമ്പം പോലും യേശു അതിന് വഴിപ്പെടുന്നില്ല എന്നുള്ളതാണ്. യേശു അവിടെ നിന്ന് വളരെ വളരെ ബുദ്ധിപൂർവ്വമാണ് പോവുക. അതൊരു വഴക്ക് പിടിച്ചുമല്ല പോകുന്നത്, ഉൾവലിഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോൾ എല്ലാ രംഗങ്ങളിലും നമ്മൾ ഉണ്ടാകണമെന്ന് വാശി പിടിച്ചാൽ നാടകത്തിനും ചലച്ചിത്രത്തിനും ഒക്കെ എന്ത് ഭംഗിയുള്ളത്. ചില രംഗങ്ങളിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അത് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാറി. കുറേയും കൂടി ചലച്ചിത്രത്തേക്കാൾ കുറേയും കൂടി നല്ലത് ഉദാഹരണം നാടകത്തിനാണ്. ചില നിർണായക രംഗങ്ങൾ മാത്രമായിരിക്കാം നമുക്ക് വരേണ്ടി വരിക. അവിടെ അധികം ആളുകളൊന്നും സ്റ്റേജിൽ പോലും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ എന്നാലും കാര്യങ്ങളുടെ ഗതി നിർണ്ണയിച്ചത് നമ്മളൊക്കെ തന്നെ ആവാം. എന്നാലും ഒന്ന് അകത്തേക്ക് മാറേണ്ട സമയത്ത് ഒട്ടും ബുദ്ധിമുട്ടോ മടിയോ കൂടാതെ മാറാനായിട്ട് കൂടി ഒരു മനസ്സുണ്ടാക്കിയെടുക്കണ്ടേ. സമരിയാക്കാരൻ, നല്ല സമരിയ, ഗുഡ് സമരിറ്റൻ, ആ ഒരു കഥ യേശു പറഞ്ഞു. ആദ്യം പറഞ്ഞ രണ്ടും യേശു ചെയ്ത സൗഖ്യ സംഭവങ്ങളിൽ നിന്നാണ് ഉദാഹരണം എടുത്തെങ്കിൽ ഇത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതൊരു ഉപമയായിരുന്നു. യേശു പറഞ്ഞൊരു കഥയാണ്, നല്ല സമരിയാക്കാരൻ്റെ കഥ. അവിടുത്തെ നല്ല സമരിയാക്കാരൻ്റെ കഥയിൽ യെരുശലേമിൽ നിന്ന് യാത്ര തിരിച്ച ആ ഒരു ഒരു ബോധമില്ലാത്ത, ശ്രദ്ധയില്ലാത്ത യാത്രക്കാരന് അപകടം പറ്റുന്നു. കള്ളന്മാർ പിടികൂടുന്നു, അപഹരിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ കിടക്കുന്നു. പുരോഹിതൻ വന്ന് കടന്നു പോകുന്നു, ഒരു ലേവ്യക്കാരൻ വന്ന് കടന്നു പോകുന്നു. മൂന്നാമത് വന്നത് അവൻ്റെ ശത്രു രാജ്യത്തിൽപ്പെട്ട ഒരു ശമരിയ നാട്ടിൽപ്പെട്ടവനായിരുന്നു. അവൻ പരിപാലിക്കുന്നു. അവൻ വന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഭാവം പറയുക. അവൻ മുറിവ് കഴുകി മരുന്ന് വെച്ച് കെട്ടി അവൻ്റെ കഴുതപ്പുറത്തേറ്റി സത്രത്തിലെത്തിക്കുന്നു. സത്രത്തിലെത്തിച്ചിട്ട് പിന്നത്തെ ഭാഗം യേശു പറഞ്ഞ കഥ തന്നെ നമ്മൾ വായിച്ചാൽ ഭയങ്കരമായി നമ്മൾ ടച്ച് ചെയ്യും. സത്യത്തിൻ്റെ ഉടമയ്ക്ക് അവൻ 2 ദനാറ നാണയം കൊടുക്കുന്നു. നാണയം കൊടുത്തിട്ട് പറയുന്നു, ഇവനെ പരിപാലിക്കുക, ഇവനെ ആരോഗ്യം വീണ്ടും കിട്ടുവോളം ഇവനെ പരിപാലിക്കുക. ഇതിലും കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് മുടക്കേണ്ടി വന്നാൽ ഇതൊരു ലാഭത്തിൻ്റെ ഇടപാടല്ല കേട്ടോ. അത് ലാഭത്തിന് വേണ്ടി അല്ലത്. എന്നാൽ മുടക്കുന്ന കാര്യം ഞാൻ തരികയാണ്. ഇതിലും മീതെ എന്തെങ്കിലും മുടക്കേണ്ടി വന്നാൽ ഞാൻ തിരികെ വരുമ്പോൾ അത് ഞാൻ തന്നോളാം എന്ന് വെച്ചാൽ അത് ഇയാളോട് ചോദിക്കേണ്ട. ഇയാളൊന്ന് ബോധാവസ്ഥയിൽ നിന്ന് ഉണരാനും താനാണ് ഇയാളെ രക്ഷിച്ചതെന്ന് അറിയിക്കാനും ഇയാളിൽ നിന്ന് താങ്ക്സ് കിട്ടാനും ഒക്കെ ആയിട്ട് നല്ല ന്യായമുണ്ടായിരുന്നു അതിനകത്ത്. അതിനുപോലും നിൽക്കാതെ തൻ്റെ ജോലിക്ക് പോകും. മദർ തെരേസയുടെയൊക്കെ ഒരു ശുശ്രൂഷ, നവീൻ ചൗള, എനിക്ക് തോന്നുന്നു നവീൻ ചൗളയെ ആളുകൾക്ക് പരിചയം തെരേസാമ്മയുടെ ഒരു ബയോഗ്രഫി, ജീവചരിത്രം എഴുതി എന്നതിനേക്കാളപ്പുറത്ത് ഇന്ത്യയുടെ ഇലക്ഷൻ്റെ കമ്മീഷണറായിട്ടിരുന്നു എന്നുള്ളൊരർത്ഥത്തിലാവാം ഒരു പക്ഷേ പരിചയം. ഒരു നല്ല പുസ്തകം നവീൻ ചൗളയുടെ മദർ തെരേസ. അതിനകത്ത് അമ്മയുടെ ആ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ ആ ജോലി ചെയ്യാനായിട്ട് യേശുവിനെ നിയോഗിച്ചു എന്നുള്ള ഒറ്റ ഒരു വിചാരത്തിൽ യേശുവിനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിരിക്കുക. ഇത് പുണ്യത്തിന് വേണ്ടി പോലുമല്ല, സ്വർഗം കിട്ടാൻ വേണ്ടിയല്ല. അപ്പോൾ അത്തരം ഒരു മനോഭാവത്തിൽ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യുന്നു. അത് എന്തുമാത്രം പോരായ്മകളുണ്ടാവാം ചെയ്യുന്നതിനകത്ത്. അപ്പോൾ ഒരു നന്മ പ്രതീക്ഷിച്ചു പോലും അല്ല നമ്മളൊരു സൽക്കർമ്മം ചെയ്യേണ്ടതെന്നുകൊണ്ട് തിരിച്ചറിഞ്ഞാൽ അത് കുറേ കൂടി ഒരു യേശു മനോഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നൊരു കാര്യമാണ്. അസീസിലെ ഫ്രാൻസിസിനെ കുറിച്ച് കസൻ സാക്കീസ് എഴുതിയ പുസ്തകത്തിനകത്ത് ഇങ്ങനെയൊരു പരാമർശമുണ്ട്. യേശുവിനോടുള്ള സ്നേഹത്തെ ഒന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഫ്രാൻസിസ് വല്ലാതെ തകർന്നു പോവുകയാണ്. അപ്പോൾ യേശുവിനോടുള്ള തൻ്റെ സ്നേഹത്തെ ഒന്ന് ചോദ്യം ചെയ്യപ്പെടുന്നൊരു രംഗത്ത് ഫ്രാൻസിസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. യേശുവെ, സ്വർഗം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ നീ ഇപ്പോൾ നിൻ്റെ ദൂതനെ വിട്ട് സ്വർഗത്തിൻ്റെ വാതിൽ എൻ്റെ നേരെ അടച്ചു കളയുക. എന്തൊരു ഉറപ്പുള്ള പ്രാർത്ഥനയായിരുന്നു. സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ നീ ഇപ്പോൾ ഒരു ദൂതനെ വിട്ട് എൻ്റെ മുമ്പാകെ സ്വർഗത്തിൻ്റെ വാതിൽ എന്നേക്കുമായി അടച്ചു കളയുക. 2, നരകം കിട്ടുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ നീ ഇപ്പോൾ എന്നെ എടുത്ത നരകത്തിലേക്ക് ഇട്ടേക്കുക ധൈര്യത്തോടെ. നരകം കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ എടുത്ത നരകത്തിലിടുക. ഇത് രണ്ടിനുമല്ലാതെ നിന്നെ തന്നെ സ്നേഹിപ്പാനുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ എൻ്റെ അടുത്തുണ്ടാവണം എപ്പോഴും. ഒരു മനുഷ്യൻ്റെ ഒരു സ്നേഹവും വിശ്വാസവും അവൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങളെക്കാളൊക്കെ അപ്പുറത്ത് ഒരു യേശു ബന്ധത്തിലായിരിക്കാനായിട്ട് അവൻ എന്തുമാത്രം ശ്രേഷ്ഠത. അപ്പം ഇതിനൊന്നും അല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മറിച്ച് നിന്നെ സ്നേഹത്തിലായിരിക്കാനായിട്ടാണെങ്കിൽ നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം. ഇങ്ങനെയൊരു പ്രാർത്ഥന യേശുവിന് കേൾക്കാതിരിക്കാൻ പറ്റില്ല.
യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു നന്മ ചെയ്ത് അവിടുന്ന് വേഗം മാറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കുറേയും കൂടി രഹസ്യാത്മകമായിട്ട് ചില നന്മകളൊക്കെ ചെയ്യാനായിട്ട് യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ യേശുവിനെ കുറേ കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് യേശു നമ്മളെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള ധാരണ നമുക്ക് വേണം. എല്ലാ അർത്ഥത്തിലും ഒരു പ്രാർത്ഥന മാത്രം നമുക്ക് പോരാ, ഒരു കരുതലിൻ്റെ മനോഭാവവും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. യേശുവിനെ മാത്രം മനസ്സിലാക്കാനായിട്ടുള്ള നമ്മുടെ ശ്രമം പരാജയപ്പെടും. അത് മനുഷ്യരിലൂടെയും കൂടി യേശുവിനെ മനസ്സിലാക്കാൻ പറ്റണം. മനുഷ്യരിലൂടെ അവരെ കരുതുകയും അവർക്ക് കാവലും കരുണയും പങ്കിട്ട് കൊടുക്കുന്നതിലൂടെയാണ് യേശു ബന്ധം നമ്മളെ പൂർണ്ണരാക്കുന്നത്. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ. എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയുടെ തന്നെ ഏറ്റവും വലിയ ഒരു സന്ദേശം പ്രതിഫല ഇച്ഛ കൂടാതെ നിന്നെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളും നിയോഗങ്ങളുമൊക്കെ ഭൂമിയിൽ ഏറ്റവും സത്യസന്ധതയോടുകൂടി ചെയ്യുക. പക്ഷേ അവിടെ ഒരു ഉറപ്പ് യേശു നമുക്ക് തരുന്നുണ്ട്. എന്താണെന്നറിയോ? അത് മത്തായി ശ്ലീഹയുടെ സുവിശേഷം അവസാന അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തുറപ്പുണ്ട്, യുഗാന്ത്യത്തോളം, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ഒപ്പമുണ്ട് യേശു എന്ന് പറയുന്ന ഒറ്റ ഉറപ്പിന് മീതെ നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ സംഗ്രഹിക്കാൻ പറ്റും. യേശു എൻ്റെ ഒപ്പമുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ അതിനപ്പുറത്ത് എനിക്ക് വലിയ വിചാരമോ വ്യാകുലതയൊന്നും വേണ്ട. ഇങ്ങനെയൊന്നും അത്ര എളുപ്പമല്ല കേട്ടോ ഇത്. ഇങ്ങനെയൊന്ന് ജീവിക്കാനായിട്ട് പതിയെ പതിയെ ഒരാൾ ശ്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഗുണം ഇത്രയേ ഉള്ളൂ, അത്ര വേഗത്തിൽ നമ്മളെ ഒരാൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും വലിയ അവസാനത്തെ ആയുധമായിട്ട് അവഗണന എടുക്കുമ്പോൾ, തിരസ്കാരം എടുക്കുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്കിതൊക്കെ മാർഗമുള്ളൂ. അതാണ് യേശു കുരിശിൽ കിടക്കുമ്പോൾ പോലും നീ നിന്നെ തന്നെ രക്ഷിക്കുക, മുഖത്ത് തുപ്പി ആ നിന്നയുടെ പ്രവർത്തനങ്ങളൊക്കെ വെറുതെ വായിച്ചെടുത്താൽ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഇടിച്ചു കളയാനുള്ളൊരു പരിപാടിയാണ്. അവിടെയും യേശു പിടിച്ചു നിന്നത് ഈ ഒരു പിതാവുമായിട്ടുള്ള ബന്ധത്തിനും ഇതയാണ്. യേശുവിനോട് ഏറ്റവും വലിയ പ്രലോഭനം ഏതായിരുന്നു? നീ ദൈവപുത്രനായിരുന്നെങ്കിൽ അത്രയേ ഉള്ളൂ. ബാക്കി ഏത് വിധത്തിൽ നമുക്ക് പൂരിപ്പിക്കാം. ഒന്ന്, ആരംഭത്തിലെ പ്രലോഭനമാണ്. നീ ദൈവപുത്രനായിരുന്നെങ്കിൽ ഈ കല്ലുകളൊക്കെ അപ്പമാക്കുക. നിസ്സാര കാര്യമാണ്, വെല്ലുവിളിക്കുക, അതിനകത്ത് പെട്ടുപോകാം. നീ ദൈവപുത്രനാണെങ്കിൽ കല്ല് അപ്പമാകും. ഇത് അവസാനം ഇത് വീണ്ടും ഉണ്ടാകുന്നുണ്ട് കുരിശ് കിടക്കുമ്പോൾ. നീ ദൈവപുത്രനാണെങ്കിൽ നീ തന്നെ രക്ഷിക്കുക, യുവന്മാരെയും രക്ഷിക്കുക. അപ്പോൾ ഈ രണ്ട് വെല്ലുവിളികളെയും അതിജീവിക്കാനായിട്ട് യേശുവിന് പറ്റി. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 10-ാം വചനത്തിൽ നല്ല ഭൃത്യന്മാരെക്കുറിച്ച് യേശു പറയുന്നൊരു വചനമുണ്ട്. ഭൂമിയിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യരാകും എല്ലാവരും. എവിടെയെങ്കിലും ഒന്നുകിൽ അടക്കളക്കകത്താവാം, എവിടെയെങ്കിലുമൊക്കെ എന്തോ ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഭൂമിയിൽ എല്ലാവരും, അവരവരൊക്കെ കണ്ട് ആകാവുന്ന പോലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 10-ാം വചനം ഒന്ന് ഓർക്കുന്നല്ല. നല്ല ഭൃത്യന്മാർ തങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്നും ചെയ്തില്ലെന്നും ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത ആളുകൾ എന്നതുപോലെ ഇത്തിരി മാറി നിൽക്കട്ടെ. അതെന്തൊരു ഒരു പ്രാർത്ഥനയോ ഓർമ്മപ്പെടുത്തലും ആശംസയൊക്കെ എന്നറിയാം. എല്ലാം കൃത്യമായിട്ട് അവിടെ നിർവഹിക്കുന്നുണ്ട്. എന്നിട്ടോ ചെയ്തില്ല, ചെയ്യേണ്ടതുപോലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുള്ള ഒരുക്കമോ ഭാഗ്യമോ യോഗ്യതയോ പ്രാർത്ഥനയോ സമർപ്പണമോ ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഇത്തിരി മാറി നിൽക്കട്ടെ യജമാനൻ വരുന്നത് വരെ. ആ ഒരു നിൽപ്പിന് ഒരു ഭയങ്കരമായൊരു സുഖമുണ്ടെന്ന് യേശു ഓർമ്മപ്പെടുത്തി. അതുകൊണ്ടാണല്ലോ വിസ്താരങ്ങളൊക്കെ ഒന്ന് വെറുതെ ഓർത്തെടുത്താൽ മതി. എല്ലാ സുവിശേഷത്തിൻ്റെ അവസാനത്തെ കുറച്ച് അധ്യായങ്ങളൊന്ന് വായിച്ചാൽ നമുക്ക് പിടികിട്ടും. 3 കോടതികളിൽ 4 തവണ യേശുവിനെ വിസ്തരിച്ചു. രാത്രി തീരും മുമ്പ്, ഒരു രാത്രിയുടെ ഒരു പകുതിക്ക് തുടങ്ങി നേരം വെളുത്ത് കുറച്ച് കഴിയുന്നവർ വരെ 3 കോടതികളിൽ 4 തവണ, ഒരിടത്ത് 2 തവണ വന്നിട്ടുണ്ട്. ആ വിസ്താരത്തിൻ്റെ വേളയിൽ ഈ മനുഷ്യൻ അധികമൊന്നും സംസാരിച്ചില്ല. കന്യകരയിലിരുന്ന് സ്ത്രീയോട് എന്തുമാത്രം നേരെ സംസാരിച്ചു, പടകിലിരുന്നും മലമുകളിലിരുന്നും വിശ്വാസികളും എന്തുമാത്രം ദീർഘമായിട്ട് സംസാരിച്ചു. എല്ലാത്തിനും കൃത്യമായിട്ട് ഉത്തരവുണ്ടായിരുന്നു യേശുവിന്. കൊടുക്കാൻ വന്ന ഒറ്റ മനുഷ്യരും വിരിച്ച വലയിൽ ക്രിസ്തു വീണുമില്ല. എന്നിട്ടും അവസാനം തൻ്റെ ജീവിതത്തെ മാത്രം ഉന്നം വെച്ച് പോരാടുന്ന ആളുകൾക്ക് മുമ്പിൽ യേശു നിശബ്ദത പാലിച്ചു. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ അവഗണനയായാലും അവഹേളനമായാലും എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എനിക്കൊന്നും സംഭവിക്കുന്നില്ല. കാരണം പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ അത്രമാത്രം തൃപ്തനാണ്. അതാണ് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനമാണ് നമ്മളെ വഴി നടത്തേണ്ടത്. പറഞ്ഞു വന്നതിലേക്കൊന്ന് തിരികെ പോയാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ജീവിതത്തിൽ അകപ്പെട്ട് കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് യേശുവിന് നല്ല ബോധ്യമുണ്ട്. ശിഷ്യർ പടകിൽ ആ പ്രക്ഷുബ്ധമായ തടാകത്തിന് മധ്യത്തിൽ അകപ്പെട്ടെന്നുള്ള വിവരം മലമുകളിൽ പ്രാർത്ഥിച്ചിരുന്ന യേശു അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥയും യേശു അറിയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ യേശുവിനെ കുറേ കൂടി അറിയാനായിട്ട് നമുക്കൊരു ബാധ്യത ഉണ്ടാകുന്നുണ്ട്. യേശുവിനെ അറിയുക എന്നതിൻ്റെ അർത്ഥം
യേശു പോയ പോലെയൊക്കെ ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുകയെങ്കിലും ചെയ്യുക. അതാണ് ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് യേശു പോയ വഴികളിലൂടെയൊക്കെ പോകാനായിട്ട് ധൈര്യം പുലർത്തുന്നു. ഒരു ആരംഭം മാത്രമാണ് ഒരു പക്ഷേ, എന്നാലിത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു, സകല ആളുകളും ശ്രദ്ധിക്കുന്നു. ഒരു തുടക്കമാവാം, ഒരു സാധിക്കുന്ന കുറച്ചെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയാകുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ശേഷം വലിയ അർഹമായ കാര്യമാണെങ്കിൽ പോലും ആ പരിഗണന അംഗീകാരം കിട്ടാവുന്ന ഒരു നേരത്ത് ഇത്തിരി ഒന്ന് മാറി നിൽക്കുകയും മറ്റുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് മുമ്പോട്ടാക്കുകയൊക്കെ ചെയ്താൽ കുറേ കൂടി നല്ലതാണ്. ഇവരുടെ എല്ലാം ശ്രമമായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പിലുണ്ടായിരുന്നെങ്കിലും ഇവരുടെ എല്ലാവരും ശ്രമം കൊണ്ട് നോക്കാം. അപ്പം അത്തരം ഒരു മനോഭാവത്തിലേക്ക് എത്താനും ഒരു കൂട്ടായ്മയുടെ ഫലത്തിലൂടെ ഫല സമൃദ്ധിയിലേക്ക് എത്താനൊക്കെ ആയിട്ട് യേശു നമ്മളിൽ നിന്ന് ചില പ്രതീക്ഷകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്ന് സഫലമാക്കി കൊടുക്കാനായിട്ട് ഒരു വർഷക്കാലം, ഓരോ വർഷക്കാലവും ഓരോ നല്ല മാസമൊക്കെ ഓരോരുത്തരൊന്ന് വിനിയോഗിക്കേണ്ടത് ആവശ്യമാണ്. നന്ദി പറയാനായിട്ട് ഒരുങ്ങിയ നേരത്തൊക്കെ അവനെ കണ്ടില്ല എന്നുള്ള പരാതി പറഞ്ഞ ആളുകൾ പിന്നീട് അവരൊരിക്കലെങ്കിലും നന്ദി ആരും നിങ്ങൾ പ്രതീക്ഷിക്കുമോ? ഏറ്റവും വലിയ നന്ദി കൊടുക്കേണ്ട നേരത്ത് യേശു പതിയെ മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നന്ദിയോ പരിഗണന കിട്ടേണ്ട കാലത്ത് അവർ പറയും, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം പരമാവധിയൊക്കെ ചെയ്തതേ ഉള്ളൂ, അതിപ്പോലും എനിക്ക് തൃപ്തിയില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് മാറി നിൽക്കുന്ന ഭൃത്യന്മാരാകാനായിട്ട് ലൂക്കോസിലെ സുവിശേഷം 17-ാം അധ്യായം 10-ാം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഇനിയുള്ള ജീവിതത്തിന് ഒരു പുതിയ പ്രകാശം വഴിയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.